ഇപ്പോൾ എറണാകുളം മലയാറ്റൂരിൽ 19-കാരി ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ കുടുംബം. പുറത്തു വന്ന CCTV ദൃശ്യത്തിലും ഒരു ദൃശ്യത്തിലും ചിത്രപ്രിയ ഇല്ല. ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ബന്ധുക്കൾ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇന്ന് കയറി നോക്കുമ്പോൾ കാണുന്നതൊക്കെ വളരെ മോശമായതും പിന്നെ ഈ മരിച്ചുപോയ കുട്ടിയെയും കുട്ടിയുടെ മാതാപിതാക്കളെ പറ്റിയിട്ടും പറയുന്ന മോശമായ പല കമന്റ്സുകളും ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ആ വീട് ഇപ്പോഴും ഈ ഒരു ഷോക്കിൽ നിന്ന് കരകയറിയിട്ടില്ല. അവരിപ്പോഴും ആ കുടുംബം മൊത്തത്തിൽ ഭയങ്കര ഷോക്കിലാണ് നിൽക്കുന്നത്. പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട്. പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള 2 ബൈക്കിലൊക്കെയുള്ള വിഷ്വൽസിൽ അതിൽ നമ്മുടെ മരിച്ചുപോയ ചിത്രപ്രിയ അല്ല കാണിച്ചിരിക്കുന്നത്, അത് വേറെ ഏതോ ആൾക്കാരാണ്. പോലീസുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ച നടത്തിയതിന്റെ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി മരിച്ചത് ഏകദേശം 7 മണി 7, 8 മണി ടൈമിലാണ്, വൈകുന്നേരം ആണ് മരിച്ചേക്കുന്നത്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ ചേർന്ന്. വിഷ്ണു, എന്തുകൊണ്ടാണ് അതിൽ കളവുകളുണ്ട് എന്ന് കുടുംബം സംശയിക്കുന്നത്? എന്തുകൊണ്ടാണ് പോലീസിനെതിരെ കുടുംബം ഇപ്പോൾ രംഗത്ത് വരുന്നത്? വിഷ്ണു, ഹാഷ്മി, വളരെ ബ്രൂട്ടലായ ഒരു കൊലപാതകമാണ് മലയാറ്റൂരിൽ നടന്നത്. 19-കാരി ചിത്രപ്രിയയെ തലക്കടിച്ച് ആൺസുഹൃത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അലനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ചില CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അലനെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ SP അടക്കം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യത്തിലുള്ളത് ചിത്രപ്രിയയല്ല എന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. ഒപ്പം ഈ പരാതി നൽകിയത് ശനിയാഴ്ചയാണ്. CCTV ദൃശ്യം പുറത്തു വരുന്ന ഞായറാഴ്ചയാണ്. അത് 2 ദിവസം മുമ്പാണ് പെൺകുട്ടിയുടെ മൃതദേഹം ലഭിച്ചത്. ഈ പരാതിക്ക് പിന്നാലെ ഇവർ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയില്ല കുട്ടിയെ കണ്ടെത്താൻ. അങ്ങനെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ പരിശോധിച്ചിരുന്നെങ്കിൽ, അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഈ ചിത്രപ്രിയയെ കണ്ടെത്താനാകുമായിരുന്നു എന്നൊരു ആക്ഷേപം എന്നൊരു പരാതി കൂടിയാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടി കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ പോലീസ് വ്യക്തമാക്കുന്നത് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അലനെ പിടിച്ചു എന്നുള്ളതാണ്. നേരത്തെ ഈ കേസ് ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ മറ്റ് 2 യുവാക്കൾ ഉണ്ടായിരുന്നു. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ക്രൈമുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ അന്വേഷണം നടത്തി വരികയാണ് എന്നുള്ളതായിരുന്നു ഇന്നലെ വന്ന പ്രതികരണം. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് CCTV മാറിപ്പോയതാണോ അതല്ലെങ്കിൽ ഇത് തന്നെയാണോ CCTV എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.